ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ടെൻഷന്റെ, അസ്വാസ്ഥ്യത്തിൻ്റെ, മാനസിക പ്രയാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജഹാലത്ത് കാരണമായി, അറിവില്ലായ്മ കാരണമായി, അജ്ഞത കാരണമായി നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഇരുട്ട് പൊതുവെ അസ്വസ്ഥമാണ്, പ്രയാസമാണ് ഇരുട്ട്. അത് മനസ്സിനകത്തെ ഇരുട്ടാണെങ്കിൽ പറയാനില്ല. അത് ഓരോ മനുഷ്യനിലും വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അജ്ഞതയുടെ അന്ധകാരമെന്ന മാനസിക കൂരിരുട്ട്, ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും ഇരുട്ട് മാറ്റാനും സമാധാനത്തിലെത്താനും ഒരൊറ്റ മാർഗമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പ്രഭാപൂരിതമാക്കുമ്പോൾ ആ ഇരുട്ടങ്ങ് പോകും മനസ്സിന്. ഏത് ചോദ്യങ്ങൾക്കും ഖുർആനിൽ ഉത്തരമുണ്ട്, ഏത് പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്, ഏത് പ്രതിസന്ധികളിലും ഖുർആനിൽ അഭയമുണ്ട്. അങ്ങനെയുള്ള ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വെളിച്ചമുള്ളതാക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളെ നാം പ്രകാശിപ്പിക്കുമ്പോൾ നാം സമാധാനത്തിൻ്റെ പറുദീസയിലേക്കാണ് സഞ്ചരിക്കുക. വിശുദ്ധ ഖുർആൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചം നൽകുന്നു ഖുർആൻ എന്ന്. സത്യവിശ്വാസികളുടെ മനസ്സിനകത്ത് വെളിച്ചം നൽകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് പല ഭാഗങ്ങളിൽ പല ആവർത്തി അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊരു ചോദ്യമുയരാനിടയുണ്ട്. ഞാൻ ഈ പറയുന്നത് നന്നായി കേട്ട് മനസ്സിലാക്കുന്നവർക്കൊരു സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഖുർആനുമായി ഒരുപാട് കാലങ്ങളായി ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. ഖുർആനിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, അടുത്തറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, ഓതുന്നത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അറബ് ഭാഷ അറിയാത്ത കാരണത്താൽ മലയാള പരിഭാഷ തർജമ വായിച്ച് ആവശ്യമുള്ള ആയത്തുകളുടെ അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിയാരി പറഞ്ഞ ഗുണങ്ങളൊന്നും നേട്ടങ്ങളൊന്നും നാളിതുവരെ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടില്ലല്ലോ. മനസ്സിനകത്തെ ഇരുട്ട് ഇന്നോളം നീങ്ങിപ്പോയിട്ടില്ലല്ലോ. ഖുർആൻ വഴി സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. കുറെ ആവർത്തിച്ച് പാരായണം ചെയ്ത് ഖത്മുൽ ഖുർആൻ ഒരുപാട് ഖത്തം തീർത്തു നോക്കിയിട്ടും സമാധാനം കിട്ടിയിട്ടില്ലല്ലോ. ഖുർആനിന്റെ വിവർത്തന പുസ്തകങ്ങൾ വായിച്ചിട്ടും സമാധാനം കിട്ടിയിട്ടില്ലല്ലോ. ഖുർആൻ മനസ്സിന് വെളിച്ചമാണ്, സമാധാനമാണെന്ന ആദർശ പ്രസംഗം നടത്തി സ്ഥലം വിട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾക്കിതുവരെ അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കുന്നവരിൽ നിന്ന് ചോദ്യം ഉയരാനിടയുണ്ട്. അതിന്റെ ഉത്തരവാദി അള്ളാഹുവിന്റെ കലാമായ ഖുർആനല്ല, നമ്മളാണ്. ഖുർആനിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഖുർആനിനെ സമീപിക്കേണ്ട രീതി നാം മറന്നു. ഏത് രീതിയിലാണ് ഖുർആനിനെ സമീപിക്കേണ്ടത്, ആ രീതിയിൽ വന്ന പിഴവാണ്, തെറ്റാണ് അതിനു കാരണം. ഓരോന്നിനെയും സമീപിക്കേണ്ട ഒരു സമീപന രീതി ഉണ്ടല്ലോ. ഒരു ഭക്ഷണത്തെ സമീപിച്ച് ആ ഭക്ഷണത്തെ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിൽ മാലിന്യം കലർത്തിയാൽ ഫുഡ് പോയിസൺ ഉണ്ടാവും. വൃത്തിമേനയൊക്കെ ആഹാരത്തിന്റെ രംഗത്ത് വേണം. അത് ഭക്ഷണത്തോടുള്ള സമീപന രീതിയിലുള്ള അദബാണ്. അതിന് വീഴ്ച വന്നാൽ വയറ് നിറയുന്നതിനു പകരം, ഭക്ഷണത്തിൽ നിന്ന് കലോറി ലഭിക്കുന്നതിനു പകരം മാരകമായ രോഗത്തിനും വിഷബാധക്കുമാണ് സാഹചര്യം ഉണ്ടാകുക. നമുക്കറിയാം, ഭക്ഷണം കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചുകുത്തും. അത് എതിരായിട്ടാണല്ലോ ഇഫക്റ്റ് ചെയ്യുക.
ഇതുപോലെ വിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ട രീതിയിൽ പിഴവ് വന്നാൽ, അവിടെ പിഴച്ചു പോയാൽ പ്രിയമുള്ളവരെ സമാധാനമല്ല ഉണ്ടാവുക, രക്ഷയല്ല ഉണ്ടാവുക, മനസ്സിലെ ഇരുട്ട് മാറുകയല്ല ഉണ്ടാകുക, ഇരുട്ടിന് കട്ടി കൂടുകയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ആരിലുണ്ടോ അവനൊന്നുമേ പേടിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ ഏതൊരു മനുഷ്യൻ വഹിക്കുന്നുവോ അവന് ദുനിയാവിലോ ഖബറിലോ മഹ്ശറയിലോ പരലോകത്തോ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ഈ ലോകത്തൊരു മനുഷ്യന് ലഭിക്കുന്ന സഹായങ്ങൾ പലതാണ്. പല വിധത്തിൽ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നബിയിൽ നിന്ന് സഹായം കിട്ടും, മലക്കിൽ നിന്ന് സഹായം കിട്ടും, മനുഷ്യരിൽ നിന്ന് സഹായം കിട്ടും. ഈ സഹായങ്ങളെക്കാൾ വലിയ സഹായം വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ശഫീഇൻ അഫ്ളല മൻസിലതൻ ഇൻദല്ലാഹി തആല മിനൽ ഖുർആൻ ലാ നബിയ്യുൻ വലാ മലക്കുൻ വലാ ഗൈറുഹു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് ശുപാർശ പറയാൻ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഖുർആനിനോളം പവറുള്ള, അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹു ഈ റെക്കമെൻഡ് സ്വീകരിക്കുന്ന, ശുപാർശ സ്വീകരിക്കുന്ന ലാ നബിയുൻ ഒരു നബിയുമില്ല, വലാ മലക്കുൻ ഒരു മലക്കുമില്ല, വലാ ഗൈറുഹു ഒരു വലിയുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു ജിന്നുമില്ല. ഖുർആനിലോളം അല്ലാഹുവിങ്കൽ സ്വാധീനം ചെലുത്തുന്ന, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന, ദുന്യാവിലെ പ്രയാസങ്ങളിൽ നമുക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന മറ്റൊന്നും ഖുർആനിനെ പോലെ ഇല്ലേ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താ ഈ ഖുർആന്റെ പവർ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ടെൻഷൻ മാറാനുള്ള മരുന്നിന്റെ കൂട്ടത്തിലെ അതിപ്രധാനമായ ഒരു മരുന്നാണ് അള്ളാഹുവിന്റെ കലാമായ നൂറായ വെളിച്ചമായ ഖുർആൻ എന്ന് ഞാൻ പറയുമ്പോ നിങ്ങളങ്ങ് വിഴുങ്ങിയിട്ട് പോയാ പോരാ. എങ്ങനെ ഖുർആൻ വെളിച്ചാകുക, എങ്ങനെയാണ് ഖുർആൻ സമാധാനാകുക? ഒന്ന് ചോദിക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങളത് പഠിക്കണം. എന്താ ഖുർആന്റെ പവർ? ദൈവീക ഗ്രന്ഥങ്ങളുടെ, വേദഗ്രന്ഥങ്ങളുടെ പവർ എന്താ അറിയണ്ടേ? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ലോകം അടക്കി ഭരിച്ച മഹാപ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തുൻ നംലിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. സുലൈമാൻ നബിക്കൊരു വാർത്ത കിട്ടുകയാണ്. എന്താണ് വാർത്ത? യമനിന്റെ ഭാഗമായ സബ എന്ന നാട്ടില് സൂര്യനെ ആരാധിക്കുന്ന ഉബ്ബാദു ശംസായ, സൂര്യഭഗവാനെ പൂജിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. അവരുടെ അധികാരി, അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അധികാരി ബിൽഖീസ് എന്ന് പറയുന്ന രാജ്ഞിയാണ്. ഈ വാർത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം അറിഞ്ഞപ്പോൾ ഒരു കത്തെഴുതുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക്. ആ കത്ത് സൂറത്തുൻ നംലിലുണ്ട്. ഒരു നീണ്ട കത്തൊന്നുമല്ല, ആകെ 1-2 വരിയുള്ള കത്ത്. ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. ഇതാണ് കത്ത്. സുലൈമാൻ നബി സബ ഭരിക്കുന്ന ബിൽഖീസ് രാജ്ഞിക്കയച്ച കത്ത് ഇതാണ്. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം? ഇന്നഹു മിൻ സുലൈമാൻ, ഫ്രം സുലൈമാൻ. വ ഇന്നഹു, കത്തിലുന്റെ ഉള്ളടക്കം എന്താ കത്തിൽ എഴുതിയത്? 2 വരി. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാര്യം എന്തെന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്.
എന്നിട്ട് അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ, നീ ഗർവ് നടിച്ച് മേൽക്കോയ്മ നടിച്ച് നിൽക്കേണ്ട, മര്യാദക്ക് വഴിപ്പെട്ട് അനുസരിച്ചിട്ട് പോരെ. എന്താ നമ്മുടെ കയ്യിലുള്ള ആയുധം? സാധാരണ ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ വാചകടിക്കുന്ന അവസരം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന കൊണ്ട് കൊമ്പ് കോർക്കുമ്പോ പരസ്പരം പറയും ആണവായുധമുണ്ട്, സൂക്ഷിച്ച് കളിച്ചോന്ന്. ആധുനിക രാജ്യങ്ങളുടെ രീതി അങ്ങനെയുള്ളൂ, ആണവായുധമുണ്ട്, സൂക്ഷിച്ചോന്ന്. ഇതുപോലെ സബ ഭരിക്കുന്ന രാജ്ഞിക്കെഴുതിയ കത്തില് വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മുടെ പക്കലുള്ളത് ദൈവിക വചനമാണ്, ഇത് കണ്ടോ, ഇത് കണ്ടു പേടിച്ചോ. അല്ലാ തഅലു അലയ്യ, എന്റെ മെക്കെട്ട് കയറാൻ വരണ്ട, എന്നോട് മേൽക്കോയ്മ നടിക്കാൻ വരണ്ട. വഅ്തൂനി മുസ്ലിമീൻ, ആയുധങ്ങൾ അടിയറ വെച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ടിങ്ങോട്ട് വന്നേക്കൂ. സുലൈമാൻ നബിയുടെ കയ്യിലുള്ള ആയുധമായി സുലൈമാൻ നബി കത്തിലെഴുതുന്ന എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മതിയുണ്ട്, അത് മതി നിന്നെ കീഴടക്കാൻ. ആലോചിച്ച് നോക്കൂ, ഖുർആന്റെ പവറാണത്, വേദഗ്രന്ഥത്തിന്റെ പവറാണത്. ഈ കത്ത് സബഇന്റെ രാജ്ഞിക്ക് കിട്ടിയപ്പോൾ അവരത് പൊട്ടിച്ചു വായിച്ചു. രാജസദസ്സിലുണ്ടായിരുന്നവരോട് ചർച്ച നടത്തി, എന്താ ഇപ്പൊ ചെയ്യാ? സുലൈമാൻ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്, ചെന്നില്ലെങ്കിൽ അവർ യുദ്ധത്തിന് വരും, സംഗതി ബുദ്ധിമുട്ടാവും, എന്താ വേണ്ടത്? ആ ചർച്ചയിലൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഖീസ് രാജ്ഞി അവിടുന്ന് വണ്ടി കയറിയിട്ട് സുലൈമാൻ നബിയുടെ അരികിലേക്ക് വരാൻ തീരുമാനിക്കുകയും പുറപ്പെടുകയും ചെയ്യണം. ഇനിയിപ്പോ നമ്മള് പിടിച്ചു നിൽക്കാൻ പറ്റൂല, നമുക്ക് നന്നാകാം, നമ്മുടെ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കാം, സബ രാജ്യത്തിന് അതുകൊണ്ട് ക്ഷേമേണ്ടാകുള്ളൂ, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും, പോയേക്കാം. ബിൽഖീസും പരിവാരങ്ങളും അവിടുന്ന് ഇറങ്ങി, സബഇന്ന് ഇറങ്ങി. ആ ഇറങ്ങി പുറപ്പെട്ട വാർത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടപ്പോ, രാജസദസ്സിൽ ഒരുപാട് ടീമുണ്ട്, മനുഷ്യരുണ്ട്, അവരെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ട്, ജിന്ന് വർഗമുണ്ട്, ചെകുത്താന്മാരുണ്ട്, ഒക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജദർബാറിലുള്ള അംഗങ്ങളാണ്. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുകും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തന്റെ രാജസദസ്സിലുണ്ടായിരുന്നവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അയ്യുഹൽ മലഉ, അല്ലയോ സംഘമേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, സബ രാജ്യം ഭരിക്കുന്ന റാണിയായ ബിൽഖീസിന്റെ സിംഹാസനമുണ്ട്, അവരത് സുരക്ഷിതമായി പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് സ്വർണത്തിന്റെ സിംഹാസനമാണ്. തഫ്സീറിലൊക്കെ കാണാം, പച്ച കോമേതകവും അതുപോലെ മുത്തുമെല്ലാം പതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു സിംഹാസനായിരുന്നു അത് പൂട്ടി സുരക്ഷിതമായ അറയിൽ പൂട്ടി ലോക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. രാജസദസ്സിലുള്ളവരോട് സുലൈമാൻ നബി ചോദിക്കുന്ന ചോദ്യം, അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, അവരുടെ ആ സിംഹാസനം എന്റെ മുന്നിലേക്ക് ആരാണ് കൊണ്ടുവരിക? ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവരൊക്കെ കീഴ്പ്പെട്ട് അനുസരിച്ച് ഇവിടെ വന്നെത്തുന്നതിന്റെ മുമ്പ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? സുലൈമാൻ നബി അലൈഹിസ്സലാം അപ്പുള്ളത് ഫലസ്തീനിലാണ്, സബ എന്ന രാജ്യം നിൽക്കുന്നത് യമനിലാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള പ്രദേശമാണ്. രണ്ട് രാഷ്ട്രങ്ങളാണ്, ഒരു നാടല്ല, രണ്ട് രാഷ്ട്രങ്ങളാണ്. അവിടെ ഇരിക്കുന്ന അവരുടെ കൊട്ടാരത്തിന്റെ സുരക്ഷിതമായ ഹാളിൽ ഇരിക്കുന്ന ആ സ്വർണത്തിന്റെ സിംഹാസനം അവരിവിടെ അവർ പുറപ്പെട്ടു, പാതി വഴിയിലാണ്. അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് ആരാണ് എന്റെ മുന്നിൽ കൊണ്ടുവരിക? ഖുർആനാണിത്, ഹദീസും കൂടിയല്ല, ചരിത്രമല്ല, ചരിത്ര കിതാബും അല്ല, ഖുർആൻ. ആരാ കൊണ്ടുവന്ന് തരാൻ? ഇതിനൊരു ലക്ഷ്യമുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്. ഞാൻ കേവലം ഒരു ചക്രവർത്തി മാത്രമല്ല, രാജാവ് മാത്രമല്ല, ഞാൻ ദൈവദൂതനാണ്. എന്റെ മുഅ്ജിസത്ത്, അല്ലാഹു എനിക്ക് തന്ന അത്ഭുതങ്ങൾ, അമാനുഷികമായ സിദ്ധി, അതവരെ ബോധ്യപ്പെടുത്തുകയും തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുകയും വേണം. വെറും വാള് കാട്ടി പേടിപ്പിക്കല്ല, ഈ ഹക്ക് അവർക്ക് ബോധ്യപ്പെടണം.
ഇതിനു വേണ്ടിയാണ് ഇങ്ങനൊരു ചോദ്യം രാജദർബാറിലുള്ളവരോട് ചോദിച്ചത്. അപ്പോൾ قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإنه عليه لقوي أمين. ജിന്ന് വർഗത്തിൽപ്പെട്ട ഭൂതവർഗത്തിൽപ്പെട്ട അതിശക്തനായ ഒരു ഇഫ്രീത്ത് പറഞ്ഞു, അല്ലയോ സുലൈമാൻ നബിയെ, ഞാൻ അവളുടെ സിംഹാസനം കൊണ്ടുവന്നേക്കാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് പോകുന്നതിന്റെ മുമ്പ്. രാജസദസ് കൂടിയാൽ, വെളുപ്പാങ്കാലത്ത് കൂടിയാൽ നട്ടുച്ച സമയത്താണ് പിരിച്ചുവിടുക. ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ എത്തിക്കാം എന്നാര് പറഞ്ഞു? ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു അതികായകൻ, ഒരു ശക്തൻ, ഒരു മല്ലൻ പറഞ്ഞു. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അത് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊണ്ടുവരാൻ ലഖവിയ്യുൻ, എനിക്ക് കരുത്തുണ്ട്, കാരണം ഞാൻ ജിന്നാണ്. ജിന്ന് വെറും ജിന്നല്ല, ജിന്ന് വർഗത്തിലെ കേമന. ജിന്നിന് കഴിവുണ്ടോ ഇല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ചർച്ച. ജിന്നിന് കഴിവുണ്ട്, മനുഷ്യന്റെ കഴിവിന് അപ്പുറത്തുള്ള ചില കഴിവുകൾ ജിന്നിനുണ്ട്, സത്യ. അതില്ലാന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാ. കാരണം എന്താ? ഖുർആൻ അള്ളാഹ് പറഞ്ഞെന്നാ. അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു സിംഹാസനം ഇന്നത്തെ പോലെ ചരക്ക് വിമാനമില്ലാത്ത കാലത്ത് സഭ പിരിയുന്നതിന്റെ മുമ്പ് ഇങ്ങോട്ട് എത്തിക്കാൻ ഒരു ജിന്നാ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു അതുപോരാ, അപ്പക്കെത്തിയാ പോരാ. അപ്പോൾ ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അവിടെ അടിവര ഇടണം. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിൽ നിന്നുള്ള ചില അറിവ് കിട്ടിയ ഒരു മനുഷ്യൻ പറഞ്ഞു. കിതാബിൽ നിന്ന് ചില അറിവ് കിട്ടിയ ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള, ഞാൻ ഇന്നൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, 10,000-ഓളം കിലോമീറ്റർ ഉണ്ടെന്നാ ഈ പറഞ്ഞ സബഉം ഫലസ്തീനും തമ്മില്. ഞാനത് കൊണ്ടുവരാം. അന ആതീക ബിഹി, ആ സിംഹാസനം അങ്ങയുടെ മുന്നിലെത്തിക്കാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, അങ്ങൊന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ്, അങ്ങൊന്ന് ഇമവെട്ടി തുറക്കും മുമ്പ്. ഇമവെട്ടി തുറക്കാൻ എത്ര നേരം വേണം? ഒന്ന് കണ്ണടച്ച് തുറക്കാൻ എത്ര നേരം വേണം? ഒരു സെക്കൻഡ്. ആ സെക്കൻഡിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ജിന്നല്ല, മലക്കല്ല. അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് ചില അറിവ് കിട്ടിയ ഒരാളാണ് പറഞ്ഞത്. തഫ്സീറിൽ കാണാ, സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഹുവ ആസഫ് ഇബ്നു ബർഖയ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന, ആ സദസ്സിലെ വലിയായിരുന്ന ആസഫ് ഇബ്നു ബർഖയ എന്ന് പേരുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെ ആ സിംഹാസനം എത്തിക്കാം എന്ന് പറഞ്ഞത്. എത്ര സമയം കൊണ്ട്? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, അങ്ങൊന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ്. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫളി റബ്ബി. സൂറത്തുൻ നംൽ. പിന്നെ സമയമില്ലല്ലോ, ഇത് പറയേണ്ട താമസം ടക്ക് വന്നു അവിടെ. പിന്നെ നേരല്ലല്ലോ, ഇമ വെട്ടി തുറക്കും മുമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴേക്ക് ഫലമ്മാ റആഹു, ആ സിംഹാസനത്തെ കണ്ടു സുലൈമാൻ നബി. മുസ്തഖിറൻ ഇൻദ, തന്റെ മുന്നിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ, ഖാല ഹാദാ മിൻ ഫളി റബ്ബി, എന്റെ റബ്ബെനിക്ക് ചെയ്തു തന്ന ഔദാര്യത്തിന്റെ കൂട്ടത്തിൽ ഒരു ഔദാര്യമാണിത്. കണ്ടോ? അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. ഔലിയാക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ അത് അള്ളാഹുവിന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കും. ഇവിടുത്തെ കള്ള ഔലിയാക്കന്മാർ അങ്ങനെയല്ല, അത് തൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ. എന്തെങ്കിലും ഒന്ന് മന്ദിരിച്ചു ഊതിയ ഒരു പനി മാറിയാല്, ഞാൻ മുമ്പും കുറെ ഊതിയവനാ, കുറെ മാറ്റിയവനാ. ഒരു വലിയൊരു മൊയിലേര് സ്ഥലത്ത് വയലിന് വന്നു. ഞാൻ ലൈവായി കണ്ടൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുക.
വയലിന് വന്നിട്ട് വയലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനൊരു വീട്ടിൽ പോയി. അപ്പൊ ആ വീട്ടുകാരനൊരു സങ്കടം പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലായി, ഇതുവരെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിൽ ഈ മൊയ്ലിയേര് പറയാണ് അയാളോട്, ഞാൻ ഉണ്ടാക്കി തരാൻ. വല്ലാഹി വെള്ളിയാഴ്ച ഇവിടെ നിനക്ക് നുണറിയാൻ പറ്റുമോ? എന്നിട്ട് കുറച്ച് ആയത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് ചൊല്ലിക്കൊന്നുണ്ടാവും. ഒരു ഇൻഷാ അല്ലാ പറഞ്ഞെങ്കിലും വരും, ഇൻഷാ അല്ലാ ഞാൻ ശ്രമിക്കാം, ഞാൻ മന്ത്രം പറയാം, അങ്ങനെയൊക്കെ പറയാം. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എൻ്റെ 2 ചെവി കൊണ്ടാണ് കേട്ടു. ഇവനൊക്കെ എവിടുത്താവൂലേ, ഏതാ ഹലിമാവനൊക്കെ? ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സുലൈമാൻ നബിയുടെ മുന്നിൽ വന്നു സിംഹാസനം. എന്റെ റബ്ബിന്റെ ഔദാര്യമാണിത് എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഈ ചരിത്രം നിങ്ങൾ കേട്ടല്ലോ. ഞാൻ തഫ്സീറിൽ നിന്നല്ലല്ലോ പറഞ്ഞത്, ഏതോ ഇമാമ് പറഞ്ഞ വിവരണം അല്ലല്ലോ പറഞ്ഞത്, നേരെ ഖുർആന്റെ അർത്ഥല്ലേ നിങ്ങളോട് പറഞ്ഞ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നൊന്ന് ചിന്തിക്ക്, അങ്ങോട്ടൊന്ന് ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കൂ. വേദഗ്രന്ഥം മൊത്തത്തിൽ അറിവുള്ള ആളല്ല ഈ ചെയ്തത്. ഖാലല്ലദീ ഇൻദഹു ഇൽമുൽ കിതാബി എന്നല്ല അല്ലാഹ് പറഞ്ഞത്, ഇൽമും മിനൽ കിതാബ്, മിൻ ലിതബഈലി. അറബ് ഭാഷ പഠിച്ച ആളുകൾക്കറിയാം, ഖാലല്ലദീ ഇൻദഹു ഇൽമുൽ കിതാബി, കിതാബിലെ അറിവുകളൊക്കെയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ഇമ വെട്ടി തുറക്കും മുമ്പ് കൊണ്ടുവരാം. അങ്ങനെയല്ല, ഇൽമും മിനൽ കിതാബ്, വേദത്തിൽ നിന്നുള്ള ഏതാനും ചില അറിവുകളുള്ള ഒരാൾ പറഞ്ഞു. ഇൽമും മിനൽ കിതാബിന, അല്ലാഹ് ഒരു മിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഉപയോഗിക്കൂല. വേദജ്ഞാനത്തിൽ നിന്ന് അല്പം കിട്ടിയ ഒരു മഹാത്മാവ് പറഞ്ഞു, ഇമ വെട്ടി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. മനുഷ്യന് ഊഹിക്കാനാകാത്ത, ചിന്തിക്കാനാകാത്ത, മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യമാണിത്. ആധുനിക സയൻസ് പറഞ്ഞു, സെക്കൻഡുകളെ വിഭജിച്ചാൽ മൈക്രോ സെക്കൻഡുകൾ, 60 മൈക്രോ സെക്കൻഡുകളാണ് ഒരു സെക്കൻഡ്. കണ്ടുപിടിച്ചു, ഒരു സെക്കൻഡിന് ഡിവൈഡ് ചെയ്താൽ മൈക്രോ സെക്കൻഡുകൾ. പക്ഷേ മൈക്രോ സെക്കൻഡിൽ ഒരു മനുഷ്യനൊരു പണി ചെയ്യാൻ പറ്റൂല, മിനിമം ഒരു സെക്കൻഡെങ്കിലും വേണം. ഒരു സെക്കൻഡിന് താഴെയുള്ള സമയത്ത് ഒരു മനുഷ്യനൊരു കർമ്മം ചെയ്യാൻ പറ്റൂല. ആ സെക്കൻഡിന് താഴെയുള്ള സമയത്താണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ, അതും കൊട്ടാരത്തിനകത്ത് പൂട്ടിയിട്ട സിംഹാസനം ഇങ്ങോട്ടെത്തിച്ചത്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യമാണിത്. ഇവിടെ ചിന്തിക്കാനുള്ള വേറൊരു കാര്യം, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്ന് വർഗത്തിലെ ഒരു ശക്തൻ, ഒരു മല്ലൻ പറഞ്ഞു, സഭ പിരിച്ചുവിടും മുമ്പ് ഞാൻ കൊണ്ടുവരാ. അത് വർഗഗുണമാണ്, ജിന്ന് വർഗത്തിനുണ്ടാകുന്ന വർഗഗുണമാണത്. അതുകൊണ്ടാണ് അള്ളാഹു ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി എന്ന് പറഞ്ഞത്. ജിന്ന് വർഗത്തിന്റെ വർഗഗുണമാണത്. രണ്ടാമത്, വേദജ്ഞാനം കിട്ടിയ അള്ളാന്റെ കിതാബിൽ നിന്ന് ഏതാനും ചില അറിവുകൾ, പ്രത്യേകമായ ചില അറിവുകൾ കിട്ടിയ ആ വ്യക്തിയോ, അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അത് സിദ്ധി ഗുണമാണ്, വർഗഗുണമല്ല. സിദ്ധി ഗുണം, ഒരു മനുഷ്യന് സിദ്ധിക്കാവുന്ന, ആർജിക്കാവുന്ന ഗുണമാണ്. ഖാലല്ലദീ, ആ പേര് പോലും പറഞ്ഞില്ലല്ലോ അള്ളാഹു. ആ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ പേരുള്ള വ്യക്തിക്ക് മാത്രം സ്പെഷ്യലായി അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഇത് സിദ്ധി ഗുണമാണ്, മനുഷ്യന് ആർജിക്കാവുന്ന ഗുണമാണ് എന്ന് പഠിപ്പിക്കാനാണ് കിതാബിൽ നിന്ന് ഏതാനും അറിവ് കിട്ടിയ ആള് ഇങ്ങനെ പറയുകയും പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തത്. ആലോചിച്ചു നോക്കൂ. മുൻകാല വേദത്തിൽ നിന്ന് ഇച്ചിരി ഇൽമ് കിട്ടിയ ഒരു വലിയന്റെ പവറാണിതെങ്കിൽ, മുൻകാല വേദങ്ങളിലുള്ള അതിനകത്തുള്ള എല്ലാ പൊരുളുകളും അത്ഭുതങ്ങളും ഉൾക്കൊള്ളിക്കുകയും അതിനപ്പുറമുള്ളതും കൂടെ സമാഹരിച്ചതാണ് കലാമുല്ലാഹ്, വിശുദ്ധ ഖുർആൻ. തൗറാത്തിന്റെ പ്രമേയം ഖുർആനിലുണ്ട്, ഇഞ്ചീലിലെ അത്ഭുതങ്ങൾ ഖുർആനിലുണ്ട്, സബൂറിന്റെ മനോഹാരിത ഖുർആനിലുണ്ട്. വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ ഏടുകളിൽ വന്ന മെസ്സേജുകളുടെ അന്തസത്ത ഖുർആനിലുണ്ട്. എല്ലാറ്റിനപ്പുറത്തും ഖുർആനിലുണ്ട്.
മുൻകാല നബിമാരുടെ കൂട്ടത്തിൽ അന്നത്തെ വേദത്തിൽ നിന്ന് ചില അറിവ് കിട്ടിയ ഒരു വലിയ ഈ പവറിലാണെങ്കിൽ അതും അതിനപ്പുറവും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ വഹിച്ച വ്യക്തിയുടെ പവർ എന്തായിരിക്കും? ഇതൊക്കെ വെറുതെ വളരെയല്ല, പവറൊക്കെ കാണണം. അതൊക്കെ ഒന്ന് മനസ്സിലാകണം. മനസ്സിലാകാതെ ഉപ്പാപ്പാക്കൊരാനേ ഉണ്ടാർന്ന് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല കൂട്ടരെ. ഖുർആന്റെ അമാനുഷികത, അതിന്റെ ഇജാസ്, അതിലെ റബ്ബാനിയായ ഖുദ്റത്തിന്റെ പ്രകടനം, അതിലുള്ള അത്ഭുതങ്ങള്, അതിന്റെ വെളിച്ചം, അതെങ്ങനെ സമാധാനം നൽകും അറിയണം നമ്മൾ. അല്ലാതെ നമ്മൾ എന്ത് ഖുർആന്റെ അഹ്ലുകാരാ? അപ്പൊ ഖുർആൻ വഹിച്ച വ്യക്തിയുടെ പവർ എന്താ? قال فضيل بن عياض رحمه الله ينبغي أن يكون لحامل القرآن ألا يكون إلى أحد حاجة لا إلى الخلفاء فمن دونهم. ഖുർആൻ ഏതൊരു വ്യക്തി വഹിച്ചുവോ, ഖുർആൻ ഏതൊരു വ്യക്തിയിലാണോ ഉള്ളത്, ആ വ്യക്തിക്ക് മറ്റൊരു മനുഷ്യന്റെയും ഹെൽപ്പോ ആവശ്യമോ ഉണ്ടാകുകയില്ല. ഒരു അധികാരിയെയും ഖുർആൻ വാഹകന് വേണ്ട, ഒരു പണക്കാരനെയും ഖുർആൻ വാഹകന് വേണ്ട, ഒരു മെയ്ക്കരുത്തുള്ളവനെയും ഖുർആൻ വാഹകന് വേണ്ട, ഒരു സപ്പോർട്ടും ഈ ദുന്യാവിൽ നിന്ന് ഖുർആൻ വാഹകന് വേണ്ട. എല്ലാം ഖുർആനിന്റെ പവറിൽ അയാൾ പരിഹരിക്കുകയും അചഞ്ചലമായി പിടിച്ചു നിൽക്കുകയും ചെയ്യും. ലാ ഇലൽ ഖുലഫ, ഒരു ഭരണകർത്താവിനെയും ഖുർആന്റെ അഹ്ലുകാരൻ ആവശ്യമില്ല. ഫമൻ ദൂനഹും, ഭരണകർത്താക്കളുടെ താഴെയുള്ളവർക്കും ഉള്ളവരിലേക്കും ഖുർആൻ ഉൾക്കൊണ്ട ആൾക്ക് ആവശ്യമില്ല. വലാകിൻ യംബഗി അൻ തകൂന ഹവായിജുൽ ഖൽഖി ഇലൈഹി, ഖുർആൻ വഹിച്ച ആ പുണ്യ പൂമാനെ മറ്റെല്ലാവർക്കും ആവശ്യമുണ്ടാകും. ഭരണാധികാരികൾക്ക് ആ മനുഷ്യൻ ആവശ്യമുണ്ടാകും, ഉണ്ടാകും. അജ്മീറിൽ അന്തിയുറങ്ങുന്ന ഷെയ്ഖുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തി, ആരാണ് അദ്ദേഹം? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പോയിട്ട് അവിടെ കുമ്പിട്ടു. അയാൾ ചെയ്തത് ശരിയോ തെറ്റോ ശിർക്കോ തൗഹീദോ വേറെ വിഷയം. അദ്ദേഹം ഇന്ത്യയുടെ ആത്മീയ രംഗത്തെ സുൽത്താന. എല്ലാ അക്ബർ ചക്രവർത്തി മുതൽ ഷാജഹാൻ, ജഹാംഗീർ, ഒരുപാട് ചക്രവർത്തിമാർ, മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അത് അവിടെ ചെന്നാൽ തന്നെ ആ ചെമ്പൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ അവിടെയുള്ള കാട്ടിക്കൂട്ടലൊക്കെ നമുക്ക് പറ്റിയ പണിയാണ്, അവിടെ ചെന്നാൽ കാണണമൊക്കെ ശരിയാണെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. അവിടെ അന്തിയുറങ്ങുന്ന മഹാൻ ആരാ? സുൽത്താന. എല്ലാ ഭരണാധികാരികൾക്കും എല്ലാ ആളുകൾക്കും അത്തരം പുണ്യ പൂമാന്മാരെ, ഖുർആൻ വഹിച്ച ആളുകളെ ആവശ്യമുണ്ടാകും. അവരാവരിലേക്കും തിരിഞ്ഞോക്കൂല. ഹാമിലുൽ ഖുർആൻ, ഖുർആൻ വാഹകൻ, ഹാമിലു റായത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പതാക വഹിച്ച വ്യക്തിയാണ്. ഖുർആൻ വഹിച്ച വ്യക്തി ഇസ്ലാമിന്റെ പതാക കയ്യിലേന്തുന്ന ആളാണ്. ആ മനുഷ്യൻ ജോലി തേടി അലയുകയില്ല, പണപ്പിരിവ് നടത്തി അലയുകയില്ല. അങ്ങനെ കണ്ട് പിരിവിന് വരുന്ന ആൾക്കാർക്ക് ഒരു സൂക്കേടുണ്ട്, ഞാൻ ഖുർആൻ ഹാഫിളാണ് കേൾക്കുമ്പോൾ ഉള്ളിലൂടെ ഒരു പ്രയാസം വരും. അല്ലെങ്കിൽ പറയും ഞാൻ അഹ്ലു ബൈത്താണ്, ഞാൻ തങ്ങളാണ്. പഠിച്ചോനെ, തങ്ങന്മാർക്ക് സ്വതക്ക തന്നെ പാടില്ലാത്തതാണ്. നമ്മളെ മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് ഹറാം അവർക്ക് കൊടുക്കല്. വേറെ ഇമാമിങ്ങൾ പറഞ്ഞു സ്വതക്ക തന്നെ അഹ്ലു ബൈത്തിന് കൊടുക്കാൻ പാടില്ല, അവർക്ക് ഹദിയ കൊടുക്ക, തുഹ്ഫ കൊടുക്ക, സമ്മാനം കൊടുക്ക, ആദരിച്ച് ഹദിയ കൊടുക്കാന്നല്ലാതെ നിങ്ങളെ ധനത്തിന്റെ ചേറായ ചെളിയായ ദാനം, സ്വതക്ക, സക്കാത്ത് അഹ്ലു ബൈത്തിന് കൊടുക്കാൻ പാടില്ല. പിരിവിന് വന്നിട്ട് പറയാണ് ഞാൻ അഹ്ലു ബൈത്താണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. പഠിച്ചോനെ, എന്താ ഖുർആൻ വഹിച്ച ആളുകള്, നബി കുടുംബം, ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവില്ല. ഇങ്ങനെ തിണ്ടുന്നുണ്ടോ എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്. അതെന്തോ വള്ളിത്തങ്ങളായിരിക്കും, ചിലപ്പോ വള്ളിത്തങ്ങളെ ഒരു വള്ളിമ പിടിച്ചാൽ വന്നേരിക്കും. ഇതൊന്നും പറയാനൊരു പേടിയില്ല. നമ്മൾ പ്രമാണം വെച്ചാ പറയുന്നത്, രേഖ വെച്ചാ പറയുന്നത്. രേഖ അല്ലാണ്ട് ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയുടെ വായിലേക്ക് സ്വതക്കയിലെ ഈത്തപ്പഴത്തിൽ നിന്നൊരു അല്പണ്ട് വായിലിട്ട് ആ കുട്ടി ചവച്ചപ്പോ പുണ്യ നബി ആ ഷെരീഫായ വിരലിട്ടിട്ട് മോനെ സ്വതക്കയുടെ ധനം നമ്മളെ കുടുംബത്തിന് പറ്റിയതല്ല മോനെ, ഇത് വലിച്ചിട്ടു. കൊച്ചുകുട്ടി എന്നിട്ടാ പറഞ്ഞത് സ്വതക്ക വേണം, ഞാൻ അഹ്ലു ബൈത്താണ്. ഇതെങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുക? ഹാമിലുൽ ഖുർആൻ, ഖുർആൻ വാഹകനാരോ
ഇസ്ലാം, ഇസ്ലാമിന്റെ പതാക വഹിച്ചിരിക്കുന്ന ആളുകളാണ് അവര്. കേട്ടോ നിങ്ങള്? ആരെടുത്താണ് ഇവിടെ ഖുർആൻ ഉള്ളത്? ഏത് ഖുർആൻ കൊണ്ടാണ് ഇവിടെ സമാധാനം കിട്ടുക? ചിന്തിക്കേണ്ട വിഷയ. ഖുർആനാണ് ഉൾക്കൊണ്ട പിന്നെ ഓത്തിൽ ചുരുക്കൊന്നും വേണ്ട, ഓത്തിൽ ആ വടിവത്ത കോലൊന്നും വേണ്ട. മനോഹരമായി ഓതുന്നതിന് പുണ്യുണ്ട്, നമ്മൾ അതിനെ നിഷേധിക്കല്ല. ആ മനോഹരമായ ഓത്തും ഖുർആൻ ഉൾക്കൊള്ളാതിരിക്കലോ ഒരു കാര്യമില്ല. ഖുർആൻ ഉൾക്കൊണ്ടോ അത്ര മനോഹാരിതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഉച്ചത്തിൽ ഓതുന്നുണ്ടാവും, ചിലപ്പോ പയ്യെ ഓതുന്നുണ്ടാവും, ചിലപ്പോ കൂട്ടിക്കലർത്തി ഓതുന്നുണ്ടാവും. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാലോ, മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അബീ ബക്കറിൻ വഹുവ യുഖാഫിതു ബിൽ ഖുർആൻ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് പുണ്യ നബി ചെന്ന് നോക്കുമ്പോൾ വഹുവ യുഖാഫിതു, പയ്യയാണ്, സ്വകാര്യമായിട്ടാണ് ഖുർആൻ ഓതുന്നത്. സ്വന്തം നഫ്സ് കേൾക്കുന്നതിനപ്പുറത്ത് കേൾക്കാത്ത വിധത്തിലാണ് ഓതുന്നത്. അബൂബക്കറെ, എന്തത് ഓളിയം പുറത്തു വരാത്തത് ഖുർആൻ ഓതുമ്പോ എന്ന് നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നല്ലദീ ഉനാജീഹി ഹുവ യസ്മഉനി, ഞാൻ ആരോടാണോ മുനാജാത്ത് നടത്തുന്നത് വഹുവ യസ്മഉനി, അവൻ എങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവനാ. പിന്നെ എന്തിനാ ഓളിയം കൂട്ടണേ? ഞാൻ മനുഷ്യന്മാരോടല്ല സംവദിക്കുന്നത്, ഞാൻ റബ്ബിനോടാണ് സംവദിക്കുന്നത്. ആ റബ്ബ് ഞാൻ ഇவ்விധത്തിൽ ഓതിയാലും കേൾക്കുന്നവനാകയാൽ ഈ ഓളിയം മതി എന്ന് തീരുമാനിച്ചു നബിയെ. നബി ഒന്നും മിണ്ടിയില്ല. മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ചെന്നു. വഹുവ യജ്ഹറു ബിൽ ഖുർആൻ, ഉറക്ക ഓതുകയാണ് ഉമർ തങ്ങള്. ഫസഅലഹു അൻ ദാലിക, യാ ഉമർ, നല്ല ഓളിയത്തിലാണല്ലോ ഖുർആൻ ഓതുന്നത്, എന്തേ പറ്റി ചോദിച്ചു. യാ റസൂലല്ലാഹ്, ഇതിന്റെ സ്വരം കേൾക്കുന്നിടത്ത് ചെറുത്താന്മാരൊക്കെ ഓടും, അതുകൊണ്ട് കുറച്ച് ചെറുത്താന്മാരുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വിട്ടു നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബിലാൽ റളിയല്ലാഹു അൻ, മഹാനായ മദീനത്തെ പള്ളിയിലെ മൊല്ലാക്ക ബിലാൽ റളിയല്ലാഹു അൻ മഹാനായ സ്വഹാബിയുടെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ വഹുവ യഖറഉ ആയം മിൻ ഹാദിഹി സൂറ വആയം മിൻ ഹാദിഹി സൂറ വആയം മിൻ ഹാദിഹി സൂറ. കുറച്ചായത്ത് അൽബക്കറയിന്ന്, പിന്നെ കുറച്ചായത്ത് ആലു ഇമ്രാനിന്ന്, പിന്നെ നേരെ യാസീന്ന്, പിന്നെ സൂറത്തുൽ മുൽക്ക് എന്നൊക്കെ പാടൊരു സാമ്പാർ മുന്നണി ഓത്ത്. ആര് മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻ. അതൊരു മര്യാദ ഉള്ള ഓത്തല്ലല്ലോ. അൽബക്കറീന്ന് 3-4 പിന്നെ ആലു ഇമ്രാനിന്ന് കുറച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് സൂറത്ത് യൂസുഫ് കുറച്ച്, ആയം മിൻ ഹാദിഹി സൂറ വആയം മിൻ ഹാദിഹി സൂറ, മിക്സ്ഡ് ടൈപ്പ് ഓത്ത്. ഫസഅലഹു അൻ ദാലിക്, നബി തങ്ങൾ ചോദിച്ചു, എന്താ ബിലാലേത്, ഇതെന്തരെ ഓത്താതെ എന്തരെ ഇടപാടാ? യാ റസൂലല്ലാഹ്, അഖ്ലിതു ത്വീബ ബിത്വീബ്, പെർഫ്യൂമിനെ പെർഫ്യൂമിൽ ചേർക്കലുണ്ടല്ലോ, സുഗന്ധത്തിൽ ചേർത്തിയാൽ ഒരു പ്രത്യേക മണം വരുമല്ലോ, അത് പ്രത്യേക വെറൈറ്റി സ്മെല്ലായിരിക്കുമല്ലോ, അതുപോലെ ഖുർആന്റെ ആയത്തുകൾ തമ്മിൽ ഞാൻ മിക്സ് ആക്കിയതാണ്. നബി ഒന്നും മിണ്ടിയില്ല. എന്നിട്ടൊരു മൊത്തത്തിലൊരു പ്രസ്താവന, കുല്ലുക്കും ഖദ് അഹ്സന വഅസാബ, കുല്ലുക്കും ഖദ് അഹ്സന വഅസാബ. ഒറ്റ പ്രസ്താവനയിൽ കാര്യം എല്ലാം വ്യക്തമാക്കി. നിങ്ങളൊക്കെ ചെയ്തത് ശരിയാണ്, നിങ്ങളൊക്കെ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. എന്താ കാരണം? അവരെ ഉള്ളിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ഓത്തിൽ ചില ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ഖുർആൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുല്ലുക്കും ഖദ് അഹ്സന വഅസാബ. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഖുർആൻ കൊണ്ട് സമാധാനം കിട്ടുന്നില്ല. നമ്മുടെ ഹൃദയത്തിനകത്തെ ഇരുട്ട് ഖുർആൻ കൊണ്ട് മാറുന്നില്ല. എന്താണ് പ്രശ്നം? ഖുർആനെ സമീപിച്ചെടുത്ത് വന്ന തെറ്റാണെന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു. മുസ്ലിങ്ങൾ ഖുർആനിനെ സമീപിക്കുന്ന സമീപന രീതി 3 ടൈപ്പാണ്. 3 വിധത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഖുർആനിനെ സമീപിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം, ഖുർആനിന്റെ അക്ഷരങ്ങൾ സ്ഫുടമായി, ഉച്ചാരണ സ്ഫുടതയോടെ, ഉച്ചാരണ ശുദ്ധിയോടുകൂടെ
അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു, വാചകങ്ങൾ പഠിച്ചു, പാരായണ ശാസ്ത്രമായ തജ്വീദ് പഠിച്ചു, എന്നിട്ട് മനോഹരമായി ഓതാൻ പഠിച്ചു. അതിന്റെ പുറമേ അതിന്റെ ട്രാൻസ്ലേഷൻ, മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ നോക്കി അതിന്റെ മലയാള അർത്ഥവും പഠിച്ചു. ഇപ്പോൾ ആൾ ഖുർആൻ പണ്ഡിതനാണ്, പക്ഷേ ജീവിതത്തിൽ ഖുർആൻ ഇല്ല. ഇങ്ങനൊരു ടൈപ്പ് ആളുകള് ഓതാൻ പഠിച്ചു, പഠിപ്പിക്കാൻ പഠിച്ചു, ആശയം പഠിച്ചു, ജീവിതത്തിൽ ഖുർആൻ ഇല്ല. ഇങ്ങനെയുള്ളൊരു ടീം ഹാഫിളാണ്. ഇപ്പൊ നടക്കുന്നത് അബൂജഹലിന്റെ ഹെയർ സ്റ്റൈലുമായിട്ടാണ് നടക്കുന്നത്. ഹാഫിളാണ്. അബൂജാഹിലിന്റെ ഹെയർ സ്റ്റൈലാണ് ക്രോപ്പ് അടിക്കല്. ഇന്ന് എല്ലാ കുട്ടികളെയും തലയും മരക്കൊത്തന്റെ മാതിരി ആയിട്ടുണ്ട്. ഇതാരോടാ പറയാ? ജമാഅത്ത് കമ്മിറ്റിക്കാരെ വീട്ടിൽ ചെന്നാലും കാണുന്നുണ്ട് ഈ മരക്കൊത്തന്റെ തല. ചങ്ങലക്കെന്നെ ഭ്രാന്തായ പിന്നെ മൊയ്ലേരെ വീട്ടിൽ ഈ ജാതി ഉണ്ടായ പിന്നെ മൊയ്ലേരെ എങ്ങനെ ഇത് പറയാ? ഹറാമാണിത്, പച്ച ഹറാമ്. എന്തിനാണിത്? അനിസ്ലാമികമായ സംസ്കാരം നമുക്ക് എന്തിനാണ് പ്രിയമുള്ളവരെ? അതിന്റെ ആവശ്യം എന്താണ് നമുക്കുള്ളത്? ചിന്തിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഖുർആനിനെ സമീപിക്കേണ്ടുന്ന രീതി ഓതാൻ പഠിച്ചു അല്ലേ? മനോഹരമായിട്ട് ഓതും, അതിന്റെ ആശയങ്ങൾ അറിയും. അവിടെ ജീവിതം ഇല്ല. ഇങ്ങനത്തെ ആളുകളിൽ 99.4% ആളുകളും മുനാഫിഖുകളാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അക്സറു മുനാഫിഖി ഹാദിഹിൽ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ കപട വിശ്വാസികളിലെ ഭൂരിപക്ഷം ഖുർആനോത്ത് പഠിച്ചവരും ഖുർആൻ ഓതുന്നവരുമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിലെ മുനാഫിഖുകളിലെ കപട വിശ്വാസികളിലെ ഭൂരിപക്ഷവും ഖുർആൻ ഓതാൻ പഠിച്ചവരാ, ഖുർആന്റെ ആശയം പഠിച്ചവരാ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റുബ്ബ താലില്ലിൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു. എത്രയെത്ര ഖുർആൻ ഓത്തുകാരുണ്ട്. ഖുർആൻ അവരെങ്ങനെ ശപിക്കുകയാണ് ആ ഓതുന്ന നേരൊക്കെ. അവരത് അടച്ചു വെച്ച് കവലയിൽ പോയിട്ട് ബസ് പോകുന്നത് എണ്ണി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കവലയിലൂടെ പോകുന്ന പെമ്പിള്ളേരെ നോക്കുകയാണെങ്കിൽ ഖുർആന്റെ ശാപം അവർ കേൾക്കൂല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? റുബ്ബ താലില്ലിൽ ഖുർആൻ, എത്രയെത്ര ഖുർആനോത്തുകാരുണ്ട്. വൽ ഖുർആനു യൽഅനുഹു, ഖുർആൻ അവനങ്ങനെ ശപിക്കുകയാണ് ആ ഓത്തുകാരനെ. അബൂ സുലൈമാനു ദാറാനി പറയുന്നുണ്ട്, അസ്സബാനിയത്തു അസ്റഉ ഇലാ ഹമലത്തിൽ ഖുർആൻ അല്ലദീന യഅസൂന അല്ലാഹ അസ്സ വജല്ല ഇലാ അബദത്തിൽ ഔസാൻ. നാളെ നരകത്തിന്റെ പാറാവുകാരായ സബാനിയാക്കളായ മലക്ക് ഖുർആൻ പഠിച്ച് തമ്മാടിയായി ജീവിച്ച മനുഷ്യന്മാര് വരുമ്പോ എത്രയും പെട്ടെന്ന് ആ പിടികൂടുന്നതും കൈകാര്യം ചെയ്യുന്നതും ബഹുദൈവാരാധകരെ ആയിരിക്കില്ല. അബദത്തുൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിച്ച മുശ്രിക്കീങ്ങളെ ഇവരെ കൈകാര്യം ചെയ്തിട്ടേ കൈകാര്യം ചെയ്യൂ. ഇവരെ ഓതുമ്പോ ഓരോ ആയത്തും ഇവരെ തന്നെ അടിക്കുകയാണ്. ഓരോ ആയത്തും ഇവർക്ക് പ്രതികൂലമായി ഭവിക്കുകയാണ്. വയത്തുലു, അവൻ ഓതും, അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അറിഞ്ഞുകൊള്ളുക അല്ലാഹുവിന്റെ ശാപമിറങ്ങട്ടെ അലൽ ളാലിമീൻ, അക്രമികളുടെ മേലിൽ. ഇവൻ ഓതുകയാണ്. വഹുവ ളാലിമുൻ, അവനൊരു ളാലിമാൻ. അവനെന്താ ഓതുന്നത്? അക്രമികളുടെ മേലിൽ അള്ളാന്റെ ശാപമുണ്ടാകട്ടെ. അവനൊരു അക്രമിയാണ്. അവൻ ഓതുകയാണ്, അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ മേലിൽ അള്ളാന്റെ ലഅനത്തുണ്ടാകട്ടെ, അള്ളാന്റെ ശാപം ഇറങ്ങട്ടെ. അവൻ ഓതുകയാണ്. വഹുവ മിൻഹും, അവനൊരു കളവ് പറയുന്ന ടൈപ്പാണ്. ആലോചിച്ച് നോക്കൂ. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ മഹാന്മാരായ സ്വഹാബത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തില്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതാരാ? സാഹിബുൻ നഅലൈനി വസ്സിവാക്, പുണ്യ നബി തങ്ങളുടെ ചെരുപ്പും കൊണ്ട് നടന്നിരുന്ന, സിവാക്ക് കൊണ്ട്, മിസ്വാക്ക് കൊണ്ട് നടന്നിരുന്ന, പിന്നാലെ നടന്ന സ്വഹാബി. പേരെന്നെ സാഹിബുൻ നഅലൈൻ, ചെരുപ്പ് വഹിച്ചിരുന്ന സാഹിബ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഖുർആന ഖദ് ഉൻസില അലൈക്കും ലിയഅമലൂ ബി, അല്ലാഹു ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നത് അതുകൊണ്ട് ജീവിക്കാനാണ്.
അതുകൊണ്ട് ജീവിക്കാനാണ്. പക്ഷേ ഫത്തഖദു ദിറാസതഹു അമല, ഇന്ന് ജനങ്ങള് അത് പഠിക്കലൊരു അമലാക്കി മാറ്റി. ഖുർആൻ അല്ലാഹ് ഇറക്കിയത് അതുകൊണ്ട് ജീവിക്കാനാ, അതുകൊണ്ട് അമലിയാനാ. ഫത്തഖദു ദിറാസതഹു അമല. ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷവും ചെയ്യുന്നത് എന്താ? അതിന്റെ പഠനം ഒരു അമലാക്കി. മോനെ ഖുർആൻ പഠിപ്പിക്കാനാണ് വിട്ടാല് നമുക്കൊക്കെ ചിരിച്ചും കൊണ്ട് ചുമ്മാണ് സ്വർഗത്തിലേക്ക് കയറി പോകാ, പ്ലസ് കുടുംബത്തിൽ നിന്ന് ഒരു 10-40 ആക്കും പോകാ. ഒക്കെ ഉള്ളത് തന്നെയാണ്. ഖുർആൻ വഹിക്കണമെന്ന് മാത്രം, ഇല്ലെങ്കിൽ നടക്കൂല. ഇവനെന്നെ അള്ളാഹു പിടിച്ച് നരകത്ത് കിടുന്ന. അപ്പൊ നേരത്തെ പറഞ്ഞത് സബാനിയത്ത്, നരകം കാക്കുന്ന കിങ്കരന്മാരായ മലക്കുകൾ ആദ്യം ഇവനെ പിടിക്കുന്നിട്ടാണ് വിഗ്രഹാരാധകരെ പിടിക്കുള്ളൂ. പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹ് ഖുർആൻ ഇറക്കിയത് അതുകൊണ്ട് അമൽ ചെയ്യാനാ. ഫത്തഖദു ദിറാസതഹു അമലാ, അത് പഠിക്കലൊരു അമലാക്കി മാറ്റി. വെറും പഠനം, ചുമ്മാ പഠനം, അമലില്ലാത്ത വെറും പഠനം, അതൊരു അമലാക്കി മാറ്റി. കർമ്മരംഗത്തെ കുറിച്ച്, പ്രാക്ടിക്കലിനെ കുറിച്ച് ചിന്തിക്കാതെ ആ തിയറി അങ്ങനെ പഠിക്കലൊരു അമലാക്കി. ഇന്ന അഹദകും ലയഖറഉൽ ഖുർആന മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമതിഹി. നിങ്ങൾ ഓരോരുത്തരും ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതി പഠിക്കുന്നു. മാ യുസ്ഖിതു മിൻഹു ഹർഫ, അതിൽ നിന്നൊരു അക്ഷരവും വിടാതെ മനോഹരമായി ഓതിപ്പടിക്കുന്നു. വഖദ് അസ്ഖത അൽ അമല ബിഹി, അതുകൊണ്ടുള്ള ജീവിതം നിങ്ങളിലില്ല. മാർക്ക്. ഇങ്ങനെ ഖുർആനെ സമീപിക്കുന്ന ഒരു ടീം ആഖിർ സമാനിൽ, ലോകാവസാനത്തിന്റെ മുമ്പ് മുത്തുനബി പറയുന്നു, ഹദീസിൽ കാണാം, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു സ്വഹാബത്തെ, എന്റെ ഉമ്മത്തിന്റെ പിൽക്കാലത്തൊരു യുഗം വരാനിരിക്കുന്നു സ്വഹാബത്തെ. അന്നുള്ള എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിക്കും, മനോഹരമായി ഓതും, ഹാഫിളീങ്ങളാകും, മനപ്പാഠമാക്കും, മനോഹരമായി ഓതും. എന്നിട്ടോ വയഖൂലൂൻ, അവര് അഭിമാനത്തോടെ പറയും, ഖറഅനാ വഅലിംനാ, ഞങ്ങൾ ഓത്തു പഠിച്ചു, ഞങ്ങൾ അറിഞ്ഞു. മൻ ദല്ലദീ ഹുവ ഖൈറും മിന്നാ, ഞങ്ങളെക്കാൾ ഉത്തമരായിട്ടാരുണ്ട്, ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ് എന്ന അവകാശവാദം പറയും. സ്വഹാബത്ത് ചോദിച്ചു, മൻ ഉലൈക യാ റസൂലല്ലാഹ്, ആരെ കുറിച്ചാ ഈ പറയണേ? ഇത് മോശപ്പെടുത്തിയിട്ടാണല്ലോ ഈ സംസാരിക്കുന്നത്, ഇതാരെ കുറിച്ചാ? നബി തങ്ങൾ പറഞ്ഞു, ഉലൈക മിൻകും, അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു ടീം വരുന്നുണ്ട്. ഉലൈകഹും വഖൂദുന്നാർ, അവർ നരകത്തിന്റെ വിറകുകളാകുന്നു, നരകം അവരെ കൊണ്ടാണ് കത്തിക്കുക. ഖാല റസൂലുള്ളാഹി. 3 രീതിയിലാണ് ഖുർആനിനെ മുസ്ലിങ്ങൾ സമീപിക്കുന്നത്. ഒരു സമീപന രീതി, ഓതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഖുർആൻ ഇല്ല. ഇന്നത്തെ ഖുർആന്റെ വാർത്തക്കാരിൽ 90% ഈ ഗ്രൂപ്പിലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമതൊരു ഗ്രൂപ്പ്, അവർ ഓതാൻ പഠിച്ചു, അവരാശയം പഠിച്ചു, പറ്റുന്നത് പോലെ അവരെ അമൽ ചെയ്തു. എല്ലാ നിലക്കൊന്നുമല്ല, ഖുർആനിലൊരു നിർദ്ദേശം കണ്ട അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവര്. പാകപ്പിഴവുണ്ട്, തെറ്റുണ്ട്, പരമാവധി ശ്രമിച്ചു. പ്ലസ് എനിക്ക് ഖുർആനിൽ നിന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞതിൻ്റെ അപ്പുറത്ത് അനന്തസാഗരമായിട്ട് ഖുർആൻ കിടക്കുകയാണ്. റബ്ബേ, എൻ്റെ കൽബിലേക്ക് അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല, നീ പഠിപ്പിച്ച് തരല്ലാതെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആൻ അയമുട്ടി മല്ലാക്കല്ല പഠിപ്പിക്കുക, ഖുർആൻ സിയാബുദ്ദീൻ ഫൈസി അല്ല പഠിപ്പിക്കുക. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആൻ ആരാ പഠിപ്പിക്കുക? റഹ്മാനായ റബ്ബ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആന, എന്താ അർത്ഥം? റഹ്മാനായ റബ്ബ് അല്ലമ പഠിപ്പിക്കുന്നു അൽ ഖുർആൻ. നബി തങ്ങൾക്ക് പഠിപ്പിച്ചില്ലേ? ജിബ്രീൽ എന്ന ദൂതനെ വിട്ടിട്ട് പഠിപ്പിച്ചില്ലേ? അവിടെ ചോക്ക് ഉണ്ടായിരുന്നോ? അവിടെ ബോർഡ് ഉണ്ടായിരുന്നോ? അവിടെ സ്മാർട്ട് മൊബൈൽ ഉണ്ടായിരുന്നോ? അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തല്ലേ പുണ്യ നബിക്ക്. ഇതുപോലെ പഠിക്കണം, ഇതുപോലെ നമ്മളും പഠിക്കണം, അള്ളാഹുവിൽ നിന്ന് പഠിക്കാൻ കിട്ടണം. അതിന് അള്ളാന്റെ റസൂല് നമുക്ക് പരിചയപ്പെടുത്തിയ ആ സ്ട്രക്ചർ, ആ ഹുറൂഫുകൾ, അതിന് ജീവൻ വേണോ? നമുക്ക് അള്ളാഹ് പഠിപ്പിച്ചു തരണം. അതെങ്ങനെ പഠിക്കുക? ഇപ്പൊ രണ്ടാമത്തെ ഒരു ടീം, അവര് ഖുർആൻ ഞങ്ങൾക്ക് എന്താണോ അറിഞ്ഞത് അതുപോലെ അമൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്ലാ, ബാക്കി നീ പൊറുക്കണം അല്ലാ എന്ന നിലക്ക് നീങ്ങുന്നൊരു ടീം.
അതിലെങ്കിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ കൂട്ടരെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഖുർആൻ മുഴുവനൊന്നും എനിക്കറിയില്ല, അതിൻ്റെ പൊരുളുകൾ, അതിലെ രഹസ്യമായ അറിവുകൾ അതൊക്കെ തിരിഞ്ഞവർക്ക് തിരിഞ്ഞു എന്നല്ലാതെ ഞാൻ തിരിഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിക്കുന്ന സാധുക്കളായ മുഅ്മിനീങ്ങൾ, അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊരു ടീമുണ്ട്, അവരാണ് ഖുർആൻ വാഹകർ, അവരാണ് ഖുർആൻ വഹിച്ചവർ. ഇൻഷാ അല്ലാഹ് അവരെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ആ റൂട്ടിലെത്തുമ്പോഴാണ് ഖുർആൻ കൊണ്ട് വെളിച്ചുണ്ടാവുള്ളൂ, ആ റൂട്ടിലെത്തുമ്പോഴാണ് ഖുർആൻ കൊണ്ട് സമാധാനം കിട്ടുള്ളൂ. വേദഗ്രന്ഥത്തിൽ നിന്ന് ഇച്ചിരി കിട്ടിയപ്പോഴാണ് 10,000 കിലോമീറ്റർ അകലുള്ള സാധനം ഒരു സെക്കൻഡിന്റെ മുന്നേ അങ്ങോട്ട് എത്തിച്ചത്. ഇത് അല്ലാഹ് ഖുർആനിൽ പറയാൻ. നമ്മളെ ഖുർആൻ കൊണ്ട് എന്താ കാര്യം? മരിച്ചോടത്ത് ഓതിയാൽ ചിലപ്പോൾ വല്ല ചില്ലറയും കിട്ടും, അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ഒരു സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ നമുക്കൊരു സമാധാനം, ഒരു കൂലി ഉണ്ടാവും. ഇതാണോ ഖുർആൻ? ഇതാണോ ഖുർആൻ? ജാമിഉൽ മുഅ്ജിസത്താൻ, എല്ലാ മുഅ്ജിസത്തുകളുടെയും അമാനുഷിക കഴിവുകളുടെയും സമാഹാരമാണ് ഖുർആൻ. മൂസാ നബിയുടെ വടിയേക്കാൾ, ഈസാ നബിയുടെ പവറിനേക്കാൾ പവർ ഖുർആനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആ ഖുർആൻ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ആ ഖുർആനെ നമ്മളൊന്ന് അടുത്തറിയണ്ടേ? ആ ഖുർആൻ കൊണ്ടാണ് അജ്ഞതയുടെ അന്ധകാരം നീങ്ങുകയുള്ളൂ, ആ ഖുർആൻ കൊണ്ടാണ് നമുക്ക് പവറിട്ടുള്ളൂ, ആ ഖുർആൻ കൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ദാലിക്കൽ കിതാബ്, ആ കിതാബ്, അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബ്. അത് കയ്യിലൊരു മുസാഫ് കൊടുത്തിട്ട് പറഞ്ഞല്ലോ, ആ കിതാബ് എന്നാ പറഞ്ഞത്. അത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഓതുന്ന ഖുർആൻ അതാണ്. ഈ ഖുർആൻ ചേകന്നൂർ മൗലവി ഓതിയിട്ടുണ്ട്. ഏത് ഖുർആൻ? ഇപ്പം നമ്മളെ കയ്യിലുള്ള ഈ അക്ഷരം ഉണ്ടല്ലോ, ഖുർആന്റെ ജഡം, അത് ചേകന്നൂർ മൗലവി ഓതിയിട്ടുണ്ട്. അത് ജൂതനും ഓതിയിട്ടുണ്ട്, ജൂതൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി. ഇസ്ലാമിന്റെ ശത്രുക്കളും അത് ഓതുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. യഥാർത്ഥ ഖുർആൻ ദാലിക്കൽ കിതാബ്. ഈ ഖുർആനിന്റെ മദ്ലൂല്, ഈ അക്ഷരങ്ങളിൽ ഏതൊരു അർത്ഥത്തെയാണോ സൂചിപ്പിക്കുന്നത്, ആ മദ്ലൂല്, ഖുർആന്റെ ആശയം, അനന്തസാഗരം, ഖുർആൻ എന്ന് പറയുന്ന വെളിച്ചം, അതുമായി നമുക്കൊന്ന് കണക്റ്റഡ് ആകണം. അതുമായി നമ്മുടെ ഹൃദയത്തിനൊരു ലിങ്ക് കിട്ടണം. ഇൻഷാ അല്ലാഹ് ആ ലിങ്ക് നിങ്ങൾ ആർക്ക് കിട്ടിയോ, നിങ്ങളെ അകം വെളിച്ചം കൊണ്ട് നിറയും, നിങ്ങൾക്ക് സമാധാനമാകും, നിങ്ങളെ സമസ്ത പ്രശ്നങ്ങളും ആ ഖുർആൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനെ ബന്ധപ്പെടാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ.